ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ട്, അതായത് ഒരു വേസ്റ്റ് ബോട്ടിൽ, നമുക്ക് വീട്ടിലേക്ക് എണ്ണയൊക്കെ മേടിക്കുന്ന ഒരു ബോട്ടിലുകൊണ്ട് നമുക്കൊരു പെൻ ഹോൾഡർ ഒരു ഒരു ആനിമലിൻ്റെ ഇതിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ജിറാഫിനെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ബോട്ടിലെടുത്തിട്ട് നമുക്കതിൻ്റെ ഈ പോർഷൻ, ജിറാഫിൻ്റെ കഴുത്തിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. എന്നിട്ട് അടിഭാഗം ഒന്നിങ്ങനെ ആ കഴുത്തിൻ്റെ ഭാഗം ഒഴിച്ച് നിർത്തിയിട്ടുള്ള ഭാഗത്തിൽ അടിഭാഗം നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ആ വാലിൻ്റെ ഭാഗമാണ് വരുന്നത്. അങ്ങനെ എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഈ വാലും കഴുത്തും ഒഴിച്ചുള്ള ഭാഗത്തിലേക്ക് നമ്മളൊരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തലയുടെ പോർഷനും വിത്ത് അവിടെ ചെവി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെവിക്ക് വേണ്ട ഒരു പോർഷൻ, ചെവി എന്നിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ സ്ക്വയറിലായിട്ടങ്ങ് ചെയ്താൽ മതി. ആ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ക്ലിയറായിട്ട് ആ ചെവിയുടെ പോർഷൻ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്ലേഡ് കൊണ്ട് നമ്മളൊന്ന് പോർഷൻ മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിലേക്ക് കത്രിക കൊണ്ട് ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ആ തലയുടെ ഭാഗം നീട്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചെവിയുടെ ഭാഗം ആ സമയത്ത് കട്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഈ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന പീസ് നമുക്ക് ചെവി കട്ട് ചെയ്ത് ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇവിടെ തലയിരിഞ്ഞ് പോയി, ഞാൻ ആദ്യം കട്ട് ചെയ്ത് ചെവി അതിനോട് ചേർത്ത് വെച്ച് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് പോർഷനിലാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനെന്ത് ചെയ്ത് അത് ആ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടാമത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ രണ്ട് ചെറിയ ജിറാഫിനുണ്ടാക്കിയതിൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പം എല്ലാവർക്കും പറ്റുന്ന പോലെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറയാനാണ്. അപ്പോൾ മിസ്റ്റേക്സ് പറ്റിയ കുഴപ്പമില്ല, നമുക്കതെങ്ങനെ റെക്ടിഫൈ ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മളാദ്യം ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എനിക്കും ആദ്യം കട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ആയത്. അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്ത്, മാർക്കർ കൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. ഞാനൊരു സ്കെച്ച് എടുത്താണ് വരച്ചത്. ഓക്കെ, അപ്പം ഈ ആദ്യത്തേലൊക്കെ മിസ്റ്റേക്ക് പറ്റിയ വേസ്റ്റായിട്ട് കിട്ടുന്ന ബോട്ടിലാണ്. അപ്പോൾ നമ്മളത് ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇതിലുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. അപ്പോൾ എല്ലാം നമുക്കത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ അത് പഠിക്കുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ബോദർ ചെയ്യണ്ട. ഇങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക എന്നും പറഞ്ഞ് നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ആരും ചെയ്യാണ്ട് ഇരിക്കരുത്. കാരണം വീട്ടിലൊക്കെ വേസ്റ്റായിട്ട് കിടക്കുന്നൊരു ബോട്ടിലാണ്. അപ്പോൾ കുട്ടികളാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ പാരൻസിൻ്റെ ഗൈഡൻസിൽ തന്നെ ചെയ്യുക. പിന്നെ മാക്സിമം കത്രി യൂസ് ചെയ്ത് ബ്ലേഡൊന്നും ഉപയോഗിച്ച് കൈയൊന്നും മുറിച്ചേക്കരുത്. ഇതുപോലെ കത്രി കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. പാരൻസ് എല്ലാവരും ഹെൽപ്പ് ചെയ്ത് എല്ലാവരും കുട്ടികളെ കൊണ്ട് ചെയ്യിച്ച് നോക്കുക. എന്നാൽ മാത്രമേ അവരുടെ കഴിവിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ കാണിച്ചു കൊടുക്കുക ചെയ്ത്. അപ്പോൾ അവർക്ക് ക്രാഫ്റ്റിനോടുള്ള ഒരു താല്പര്യം വളർന്നു വരും. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പം ചെവിയുടെ ഭാഗം നമുക്ക് വന്നത് കഴുത്തിൻ്റെ ഭാഗത്തിന് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കവിടെ കറക്റ്റ് അവിടെയല്ല വരേണ്ടത്, നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് വരേണ്ടത്. ചെവി വാലിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്താലേ നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ ചെറിയൊരു നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ഞാനത് പിന്നീട് കട്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിക്കുന്നുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇപ്പം ഒരു തലഭാഗം കിട്ടി, താഴത്തെ ഭാഗം കിട്ടി. എന്നിട്ട് നമ്മൾ അതിനൊരു പ്രൈമർ കോട്ടിങ് അടിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഡയറക്റ്റ്ലി അക്രൈലിക് അടിക്കുമ്പം 2-3 കോട്ട് എക്സ്ട്രാ അടിക്കേണ്ടി വരും. അപ്പോൾ ഒരു പ്രൈമർ അടിച്ചു കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. നമ്മൾ യെല്ലോ ആണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വൈറ്റ് പ്രൈമർ അടിച്ചു കൊടുത്താൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. കണ്ടോ, ഇപ്പോൾ യെല്ലോ നമ്മൾ അടിക്കുമ്പം കുറച്ചുകൂടി ഒരു എടുത്ത് കാണിക്കും ആ യെല്ലോ കളർ. അപ്പോൾ നമ്മളൊരു ജിറാഫിൻ്റെയൊക്കെ ഒരു യെല്ലോ ഷെയ്ഡാണ് ഏകദേശം ചെയ്യുന്നത്. എക്സാക്ട്ലി അല്ല, പക്ഷേ നമ്മൾ കാർട്ടൂണിലൊക്കെ ഉണ്ടാകുന്ന ജിറാഫിന് കിട്ടുന്ന യെല്ലോ, അതിപ്പോൾ ലെമൺ യെല്ലോ ആണ് ചെയ്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് അതിനേക്കാളും കുറച്ചുകൂടി ഒരു ഓറഞ്ച് മിക്സ് ചെയ്യുന്നൊരു കളറാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. ഇതിപ്പോൾ ഞാനിത് വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ചില പോർഷൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, എല്ലാ പോർഷനും നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കണ്ടില്ലേ, അപ്പുറത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിപ്പം ഗ്ലൂ കൊണ്ടാണ്ട് ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതിപ്പം രണ്ടാമത് ഞാൻ എടുത്തതിന് ശേഷമാണ് ആ പീസ് മാറ്റി, ആ ഒരു കഷ്ണം എടുത്തിട്ടാണ് ഞാൻ ഒട്ടിയത്. ഒരെണ്ണം ഒട്ടി, അതിന് ഒട്ടാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ നമ്മുടെ ഈ നൂലില്ലേ, നമ്മൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന നൂല് കൊണ്ട്, യെല്ലോ സെയിം കളറ് നൂല് കൊണ്ട് ഞാൻ ആ പോർഷൻ അതിൻ്റെ നമ്മൾ ചില കേസിൽ ഇത് വളരെ നേരിയതായിരിക്കും, കട്ടി കുറഞ്ഞ് നേരിയതായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ കട്ട് ചെയ്തൊരു പീസും കൂടെ നമ്മൾ അതേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കാർഡ്ബോർഡോ അല്ലെങ്കിൽ നേരിയ കാർഡ്ബോർഡ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമുക്കിതിങ്ങനെ ആടുന്ന പോലെ കിട്ടണം. അപ്പോൾ ഇത് വേറൊരു ബോട്ടിലിൻ്റെ ഒരു കഷ്ണം അവിടെ വെച്ചിട്ട് ഇങ്ങനെ നൂലുകൊണ്ട് ചുറ്റി കൊടുക്കുക, ഗ്ലൂ കൊണ്ടിട്ട് ഒട്ടിച്ചിട്ട്. അപ്പോൾ അതാവും.
ഇപ്പോൾ അതിൻ്റെ ഞാനൊരു ചെറിയൊരു ജിറാഫിന് ചെയ്തതിൻ്റെ അതിൻ്റെ കണ്ണിൻ്റെ പോർഷൻ വരച്ചിട്ട് കളർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ വൈറ്റ് പോർഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചില പോർഷൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ഒന്ന് കാണേണ്ട ആവശ്യമില്ല. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് കളർ ചെയ്യുന്നതെന്ന്. ഇത് അതിൻ്റെ കുഞ്ഞുങ്ങളുടെ പോർഷൻ ചെയ്തതാണ്. 2 ചെറിയ ബോട്ടിൽ കിട്ടിയപ്പോൾ ചെയ്ത്, വലിയൊരു ബോട്ടിലും 2 ചെറുതുമായിട്ടാണ് ചെയ്ത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. അപ്പോൾ ഞാനെല്ലാം ഒരുപാട് അങ്ങോട്ട് വീഡിയോ ലെങ്തി ആക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാനതിന് റെഡ് സ്ക്വയർ റെഡ് പോലെ ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ തൊടിയിച്ച് കൊടുത്താൽ മതി. കുറച്ചൊരു വീതി കൂടിയ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊടിയിച്ച് കൊടുത്താൽ മതി. ക്രിംസൺ റെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ വായിൻ്റെ പോർഷൻ ഒക്കെ വരച്ചിട്ടുണ്ട്. ഞാൻ ഒരു സോൾഡറിങ് ആയതുകൊണ്ടാണ് നമ്മൾ വായി ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. വായ ഞാൻ സോൾഡറിങ് ആയതിനൊരു ഹോൾസ് എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ഇത് നമ്മൾ വീട്ടിലൊക്കെ നമുക്കൊരു പെൻ ഹോൾഡറായിട്ട് ചെയ്യാം. മറ്റേ കത്രികയും കാര്യങ്ങളും പെന്നും എല്ലാം എടുത്ത് വെക്കാം. പിന്നെ കുട്ടികളുടെയൊക്കെ എല്ലാ ഐറ്റംസ് അതിൽ വരും. പെൻസിലൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാം നീറ്റായിട്ട് അവരെടുത്ത് വെക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാറിലും ഒരു ഷോ പീസായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.